ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ന്യൂസിലൻഡിൽ വെച്ച് ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്നാണ് ആനി നാട്ടിലേക്ക് പോകുന്നത്. അവിടെ ഭർത്താവിനൊപ്പം അടിച്ചു പൊളിച്ച് ജീവിച്ച ഗ്രേസിക്ക് കേരളത്തിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ ജീവിക്കാൻ പറ്റിയ സ്ഥലമായ ന്യൂസിലൻഡിൽ തന്നെ കഴിയാനായിരുന്നു അവൾക്കും ആഗ്രഹം. കുറച്ചു മാസമൊക്കെ അവൾ അവിടെ നിന്നു. പക്ഷെ എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്ന ഇച്ഛായൻ ഒപ്പമില്ലാത്തത് അവളെ വല്ലാതെ നിരാശപ്പെടുത്തി. കുറേ ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം അവിടെ ഉള്ളതെല്ലാം മകനെ ഏൽപ്പിച്ച് ആനി നാട്ടിലേക്ക് വണ്ടി കയറി. നാട്ടിലും നല്ല സമ്പത്തുള്ളവളാണ് ആനി. നല്ലൊരു വീട് അവർ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ആ വലിയ വീട്ടിൽ അവളിപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. കുറച്ചു ദിവസം ഒറ്റയ്ക്ക് കിടന്ന് മടുത്തപ്പോഴാണ് അവൾ കുറച്ചപ്പുറേ താമസിക്കുന്ന സഹോദരൻ്റെ വീട്ടിലേക്ക് ഒരാവശ്യവുമായി ചെന്നത്. ഞാൻ എന്നാ പറയാനാ ആനി, നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക്. അവൾ വരാൻ തയ്യാറായാൽ നീ കൊണ്ടുപോയിക്കോ. ആനി ചോദിച്ചതിന് മറുപടിയായി ജോർജ് പറഞ്ഞു. ആനിയുടെ മൂത്ത ആങ്ങളെയാണ് ജോർജ്. അയാൾക്കിപ്പോൾ 54 വയസ്സുണ്ട്. ആനിക്ക് 48. ജോർജ് അത്ര നല്ല സ്ഥിതിയിലൊന്നുമല്ല. അയാൾക്ക് കുറച്ച് റബ്ബറുണ്ട്. അത് മാത്രമാണ് ഏക വരുമാനം. ആനി ഇടയ്ക്കൊക്കെ അയാളെ സഹായിക്കാറുണ്ട്. 4 പെൺമക്കളാണ് ജോർജിന്. എല്ലാവരും ഈ 2 വയസ്സ് വ്യത്യാസമുള്ളവർ. മൂത്ത മകളെ കല്യാണം കഴിച്ചയച്ചു. ഇനി വിവാഹപ്രായം എത്തി നിൽക്കുന്നത് 26 വയസ്സുള്ള ടീനയാണ്. അവൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ സ്റ്റാഫാണ്. ടീനയെ തനിക്ക് കൂട്ടായി തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചോട്ടെ എന്നാണ് അവളുടെ ആവശ്യം. അതിനെപ്പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. എല്ലാം കേട്ടു നിന്ന ജോർജിൻ്റെ ഭാര്യ അയാളെ അകത്തേക്ക് വരാൻ ആംഗ്യം കാട്ടി. സമ്മതിച്ചേക്ക് മനുഷ്യ, പെണ്ണിനെ എന്നോ നാളെ കെട്ടിച്ച് വിടേണ്ടയോ? നമ്മുടെ കയ്യിൽ എന്താ ഉണ്ട്? കൊച്ചവിടെ നിന്നാ ആനി എന്തേലും സഹായിക്കാതിരിക്കില്ല. അറിയാമോ, കെട്ടിയോനെ ഉപദേശിച്ചു. എനിക്കെന്ത് സമ്മതക്കുറവ്? ഞാൻ അവളോട് ചോദിക്കാനാ പറഞ്ഞത്. പുറത്ത് സ്കൂട്ടിയുടെ ശബ്ദം കേട്ട് ജോർജ് നോക്കി. ടീന ജോലി കഴിഞ്ഞുള്ള വരവാണ്. അവൾ അധ്വാനിച്ച് വാങ്ങിയതാണ് സ്കൂട്ടി. ആൻറ്റി എപ്പോഴാ വന്നേ? ആനിയെ കണ്ട സന്തോഷത്തിൽ ടീന ഓടി വന്ന് ആനിയെ കയ്യിൽ പിടിച്ചു. ഞാനിപ്പോൾ വന്നേയുള്ളൂ മോളെ. ആനി സ്നേഹത്തോടെ അവളുടെ തലയിൽ തഴുകി. മോളെ, ആൻറ്റി ഒരു ആവശ്യമായി വന്നതാ. ജോർജ് മോളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ടീനയ്ക്ക് ചിന്തിക്കുക പോലും വേണ്ടി വന്നില്ല. അവൾക്ക് 100 വട്ടം സമ്മതം. ഇപ്പം തന്നെ പോയാലോ ആൻറ്റി? മകളുടെ ചോദ്യം കേട്ട് മറിയാമ്മ മൂക്കത്ത് വിരൽ വെച്ചു. അങ്ങനെ അന്ന് തന്നെ ടീനയുടെ താമസം അവളോടൊപ്പമായി. ടീന 10 മണിയാകുമ്പോൾ അവളുടെ സ്കൂട്ടിയിൽ അക്ഷയ സെൻറ്ററിലേക്ക് പോകും. പിന്നെ വൈകിട്ട് 5 മണിക്കേ വരും. സത്യത്തിൽ ഒറ്റപ്പെടലിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചാണ് ആനി ടീനയെ കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ പകൽ മുഴുവൻ ഇപ്പോഴും ആനി ഒറ്റയ്ക്കാണ്. രാത്രി കൂട്ടുകിടക്കാനായി മാത്രം അവൾക്കൊരാളെ ആവശ്യമില്ല. അങ്ങനെയാണ് ആനിയുടെ ആവശ്യപ്രകാരം ടീന ജോലി ഉപേക്ഷിക്കുന്നത്. പിന്നെ രാവും പകലും ടീന ആനിയുടെ കൂടെ തന്നെയായി. അവരടിച്ചു പൊളിച്ച് ജീവിച്ചു. ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചും ഇടയ്ക്ക് പുറത്ത് കറങ്ങാൻ പോയും അവർ ജീവിതം ആഘോഷിച്ചു. ടീനയ്ക്കും ഈ അടിച്ചുപൊളി ജീവിതം ഇഷ്ടമായി. അവൾ ജോലിക്ക് പോയിട്ടാണ് ഇതുവരെ അവളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിരുന്നത്. ഇപ്പോൾ ടീനയുടെ എല്ലാ കാര്യത്തിലും ഗ്രേസിയാണ് പണം ചെലവാക്കുന്നത്. ഒരൽപ്പം പ്രാരാബ്ധത്തോടെ ജീവിച്ച ടീന ഇപ്പോൾ ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. എന്തിനും ഏതിനും പണം വാരിക്കോരി ചെലവാക്കാൻ അവൾക്കിപ്പോൾ അവളുടെ ആൻറ്റിയുണ്ട്. 26-ൽ നിറഞ്ഞു നിൽക്കുന്ന ഒത്തിരി യുവതിയാണ് ടീന. നല്ല സുന്ദരി. ആനി പിന്നെ ന്യൂസിലാൻഡ് കൊച്ചമ്മ തന്നെയാണ്. ഒരു അച്ചായത്തി പെണ്ണ്. നല്ല വെളുത്ത നിറം. എന്നാൽ വേണ്ടതെല്ലാം അളവിൽ കൂടുതലുണ്ട് താനും. 2-3 വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരുന്ന ആൻറ്റിയോട് വലിയൊരടുപ്പം അവൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഒരാഴ്ച കൊണ്ട് ആനിയും ടീനയും നന്നായി അടുത്തു. അവരല്ലാതെ വേറൊരാൾ ആ വീട്ടിലുണ്ടായിരുന്നില്ല. എല്ലാ കാര്യത്തെപ്പറ്റിയും അവർ സംസാരിക്കും. അവർ കൂട്ടുകാരെ പോലെയായി. ആനിക്ക് വലിയൊരു ആശ്വാസം തന്നെയായി ടീന. എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടെങ്കിലും അവർ ഉറങ്ങുന്നത് 2 മുറിയിലായിട്ടാണ്. മുകളിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ആനിയുടെ. ടീന താഴെയുള്ള വലിയൊരു മുറിയിലാണ് കിടക്കുന്നത്. വീട്ടിലെ എല്ലാ ജോലിയും അവർ ഒരുമിച്ച് ചെയ്യും. ഒരു ജോലിക്കാരിയെ വെക്കാമെന്ന് ആനി പറഞ്ഞെങ്കിലും ടീന അത് സമ്മതിച്ചില്ല. ഇന്ന് പുറത്തു പോകാൻ 2 ദിവസം മുന്നേ അവർ പ്ലാൻ ചെയ്തതാണ്. അതിനുള്ള ഒരുക്കത്തിലാണ് 2 പേരും. ഒരു സിനിമ കാണലും പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കലുമാണ് ഇന്നത്തെ പരിപാടി. ഫസ്റ്റ് ഷോയ്ക്കാണ് പോകുന്നത്. നേരം 5 മണിയായിട്ടേ ഉള്ളൂ. എന്നാലും നേരത്തെ പോയി ടൗണിലൊക്കെ ഒന്ന് കറങ്ങി സിനിമയ്ക്ക് കയറാനാണ് നേരത്തെ ഇറങ്ങുന്നത്. ടീന ഒരു ഇളം നീല ജീൻസും ഒരു വൈറ്റ് കളർ ടോപ്പുമാണ് ധരിച്ചത്. ആ സ്ലീവ്ലെസ് ടോപ്പിൽ അവൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ആനി ഒരു ഗൗണാണ് ധരിച്ചത്. പളപളപ്പുള്ള ഒരു നീളൻ ഗൗൺ.
ആ ഗൗണിൽ ആനി ജ്വലിച്ചു നിന്നു. ഇത്തരം വേഷങ്ങളൊക്കെയാണ് ആനിക്ക് പ്രിയം. അവിടുത്തെ ശീലമാണ്. തുടക്കത്തിൽ ഇതൊക്കെ ഇടാൻ ആനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയാൽ ആൾക്കാർ തുറിച്ചു നോക്കും. ഇപ്പോൾ അതൊക്കെ മാറി. തുറിച്ചോട്ടം കുറഞ്ഞു. ആർക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം. എന്നാലും ഇപ്പോഴും ഇതൊക്കെയുണ്ട്. കണ്ട ആർത്തിയോടെ നോക്കുന്നവരുമുണ്ട്. അതൊന്നും ആനി കാര്യമാക്കാറില്ല. അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കും. ആനി വാതിൽ പൂട്ടി കാർ പോർച്ചിലേക്ക് നടന്നു. പിന്നെ നടക്കുന്ന ടീനയ്ക്ക് എന്തോ പോലെ തോന്നി. ആൻറ്റി, അവൾ വിളിച്ചത് കേട്ട് ആനി നിന്നു. ആൻറ്റി, ഉള്ളിൽ ലെഗിൻസ് ഇട്ടിട്ടില്ലേ? സാധാരണ ഇത്തരം വളപ്പളപ്പുള്ള ഇറുകിയ ഡൗൺ ഇടുമ്പോൾ ആനി ഉള്ളിൽ 3/4 ലെഗിൻസ് ഇടാറുണ്ട്. എന്താടി മോളെ? അല്ല, എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ, ടീന ചിരിയോടെ പറഞ്ഞു. ഓ, അതൊന്നും സാരമില്ല. അതൊന്നും വിഷയാക്കാതെ ആനി ചെന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ ടീന തുറന്നിട്ട ഗ്രേറ്റിലൂടെ ആനി വണ്ടി പുറത്തേക്ക് എടുത്തു. ടീന ഗേറ്റ് പൂട്ടി വന്ന് കാറിൽ കയറി. എൻ്റെ മാത്രമല്ല, നിനക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്, ആനി ചിരിയോടെ പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു. ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ അവർ പരസ്പരം പറയാറുണ്ട്. തമാശകൾ പറഞ്ഞും പരസ്പരം കളിയാക്കിയും അവർ ടൗണിലെത്തി. വണ്ടിയിൽ തന്നെ അവർ ടൗണിലൂടെ ഒന്ന് കറങ്ങി. പിന്നെ തിയേറ്ററിലേക്ക് കയറി. ശേഷം ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. ശേഷം തിയേറ്ററിലേക്ക് കയറി. ബാൽക്കണിയിലാണ് അവരിരുന്നത്. മൂന്നാമത്തെ വരിയിൽ അറ്റത്ത് ടീനയും അതിനപ്പുറത്ത് ആനിയും ഇരുന്നു. പുതിയ സിനിമയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിയേറ്റർ ഫുള്ളായി. പടം തുടങ്ങിയതിന് ശേഷമാണ് ആനിയുടെ ഇടതുവശത്തെ സീറ്റിൽ ഒരാൾ വന്നിരുന്നത്. അയാളിരുന്നപ്പോൾ തന്നെ മദ്യത്തിൻ്റെ മണം ആനിക്ക് കിട്ടി. അവൾ അല്പം മടിക്കുന്നത് കൊണ്ട് അതൊരു പ്രശ്നമായി തോന്നിയില്ല. സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആനിയും ടീനയും സിനിമയിൽ ലയിച്ചിരിക്കുകയാണ്. സൂപ്പർ താരത്തിനോടുള്ള ആരാധന മൂത്ത് അയാളുടെ മകളെ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ തിയേറ്ററിൽ നല്ല കയ്യടിയാണ്. പുതുമുഖമാണെങ്കിലും ഈ കുട്ടി നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന് ആനിക്ക് തോന്നി. പെട്ടെന്ന് ആനി കൈയൊന്ന് അനക്കി. അവൾ സീറ്റിൻ്റെ ഹാൻഡ്സ് റെസ്റ്റിൽ കൈ വെച്ചാണ് ഇരിക്കുന്നത്. അവളുടെ കൈയിന് മേലെ വേറൊരു കൈ വന്ന് പതിച്ചതിനാലാണ് അവൾ കൈ വലിച്ചത്. അവളുടെ ഇടതുവശത്തിരിക്കുന്ന അയാൾ അവളുടെ കയ്യിലൊന്ന് ആനി തിരിഞ്ഞ് അയാളെ ഒന്ന് നോക്കി. വൃത്തികെട്ടൊരു താടിയും മുടിയുമുള്ള ആ മനുഷ്യനെ മങ്ങിയ വെളിച്ചത്തിൽ ആനി കണ്ടു. സ്വിറ്റ്സർലൻഡിൽ ജീവിച്ച ആനിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. പക്ഷേ അയാൾ തൊട്ടത് അവൾക്കെന്തോ ഇഷ്ടമായില്ല. എന്നാലും അവളൊന്നും മിണ്ടാതെ സിനിമയിൽ തന്നെ ശ്രദ്ധിച്ചു. പക്ഷേ പിന്നാലെ അയാളൊട്ടും അനങ്ങിയിരുന്നില്ല. ഇത്രയും ആളുകളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവൾ അധികരിച്ചൊന്നും പ്രതികരിക്കാൻ പോയില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു മായിക ലോകത്തായെന്ന പോലെയായിരുന്നു ആനിയുടെ മനസ്സ്. കാരണം എന്തെന്ന് വെച്ചാൽ പിന്നീടുള്ള സിനിമ അവൾ വ്യക്തമായി കണ്ടില്ല, മനസ്സറിഞ്ഞ് കേട്ടില്ല. കാരണം ആ മാന്ത്രിക ലോകത്ത് അവൾ അകപ്പെട്ടു പോയി. അയാൾ അവളെ അകപ്പെടുത്തി കഴിച്ചിരുന്നു. എല്ലാം മതിമറന്ന് പരിസരബോധം പോലുമില്ലാതെ മയങ്ങിയിരുന്നിരുന്ന ആനി പെട്ടെന്ന് ഞെട്ടി. കാരണം മറ്റൊന്നുമല്ല, തൊട്ടടുത്തിരുന്ന ടീന പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ടീന മാത്രമല്ല, അവിടെ ഇരുന്ന എല്ലാ ആളുകളും. കാരണം സിനിമയിൽ വന്നൊരു സീൻ കണ്ടിട്ടാണ്. തൻ്റെ അവസ്ഥ അറിയാതിരിക്കാൻ ആനിയും അവരോടൊപ്പം ചിരിച്ചു. എന്തെന്നറിയാതെ ഒരു പൊട്ടിയെ പോലെ. എന്നാൽ പിന്നീട് എല്ലാവരും സൈലൻ്റ്. അതിനുശേഷം വീണ്ടും അവൾ ആ മായിക ലോകത്തേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. എനിക്ക് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും, അവൾക്ക് ഏറെ പ്രതികരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇങ്ങനെയൊരു അനുഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഒരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതുമല്ല. അതുപോലെയാണ് ആ മാന്ത്രിക ലോകത്ത് അവൾ ആഘോഷിച്ചത് മനസ്സുകൊണ്ടെങ്കിലും. പിന്നീട് അവൾക്ക് ആ സിനിമ മുഴുവനായി കാണാനേ സാധിച്ചില്ല. ആ മാന്ത്രിക ലോകം അവളെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. അവൾ എന്ത് വന്നുകട്ടെ എന്ന് കരുതി ആ ലോകത്ത് തന്നെ കഴിയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലും ആനിയും ടീനയും അവരുടെ ജീവിതം ആഘോഷിക്കാൻ തുടങ്ങി. ടീനയുടെ കല്യാണം കഴിയുന്നവരെ അവൾ ആൻറ്റിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോയും മാന്ത്രിക ലോകങ്ങൾ ആഘോഷിച്ചും അവർ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇനിയും നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.